നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ ഈ ഒരു പ്രോബ്ലം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വില്ലേജ് റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ്. വില്ലേജ് റോഡുകൾ ശരിക്കും പറഞ്ഞാൽ വീതി തീർത്തും കുറഞ്ഞ റോഡുകളാണ്. അതുപോലെ തന്നെ അതിലും തീർത്തും ഇടുങ്ങിയ റോഡുകൾ നമുക്ക് വില്ലേജ് റോഡുകളിൽ കാണാനായിട്ട് കഴിയും. അപ്പം ഞാൻ ഇത്തരത്തിലുള്ള രണ്ട് റോഡിൽ നിങ്ങളെ ഈ ഒരു കാര്യം ഞാനൊന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പോവാണ്. എൻ്റെ വണ്ടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റത്താണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ കാല് ബ്രേക്കിലും ക്ലച്ചിലും വെക്കുന്നു. വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ശേഷം ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ഇടുങ്ങിയ റോഡിലേക്കാണ് വാഹനം എടുക്കാനായിട്ട് പോകുന്നത്. ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു. പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്ന് ഇടത്തേക്കാല് ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ്. ഇടത്തേക്കാല് ഫ്രീ ആക്കിയിട്ട് എന്നിട്ട് ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു. വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ച് വണ്ടി എടുത്തു. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഇടുങ്ങിയ റോഡിലേക്ക് വാഹനം കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുതൽ ഞാൻ പറയാം. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇടുങ്ങിയ റോഡിൽ കയറുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ആളെ നമ്മുടെ വാഹനം തട്ടാനായിട്ട് പാടില്ല. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന്റെ ലെഫ്റ്റ് മിറർ നിങ്ങൾ നോക്കിക്കണം. ലെഫ്റ്റ് സൈഡിലെ മിറർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡുമായിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള റോഡുമായിട്ടുള്ള സ്പേസ് എത്രത്തോളം ഇട്ടിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡ് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനം എല്ലാം മുന്നോട്ടെടുക്കുകയാണ്. മുന്നോട്ടെടുത്തതിന് ശേഷം നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡ് ഏകദേശം എൻ്റെ ലെഫ്റ്റ് മിററിന് നേരെയായിട്ട് ആ റോഡിന്റെ എൻഡ് വന്നിട്ടുണ്ട്. ആ എൻഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് വെക്കുന്നു. അതാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കേണ്ടത്. എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ചുകൊണ്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറുന്നു. എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഇതുപോലെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്താനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ആക്സിലറേഷൻ അമിതമായിട്ട് ചവിട്ടി കയറി കഴിഞ്ഞാൽ വണ്ടി തിരിഞ്ഞിങ്ങോട്ട് പോകും. നിങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് ചവിട്ടി നിർത്തുക. ചവിട്ടി നിർത്തി ഇപ്പോൾ ഇടത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 1.5 റൗണ്ട് ഇങ്ങോട്ട് വലതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ടയർ നേരെയാകും. എന്നിട്ട് വണ്ടി നേരെയായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വണ്ടി എടുക്കാവുള്ളൂ. അപകടം വരാതിരിക്കാനായിട്ട് ഇത് ശ്രദ്ധിക്കണം. ഇപ്പോൾ സൈഡിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ തട്ടാതെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. എന്നിട്ട് ഇതേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു. ആക്സിലറേഷൻ കൊടുത്തതുകൊണ്ട് വണ്ടി ഇങ്ങനെ നേരെ മുന്നോട്ടെടുത്തു. അപ്പം നിർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. എന്നിട്ട് നമ്മളിപ്പോൾ ഇടുങ്ങിയ റോഡിലേക്ക് നമ്മുടെ വാഹനം കയറി. ഇനി നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, നമ്മൾ വില്ലേജ് റോഡ് അല്ലെങ്കിൽ ഇടുങ്ങിയ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഏതൊക്കെ ഏരിയകളാണ് തട്ടാനായിട്ടുള്ള സാധ്യതയുള്ളത്, അത് പ്രത്യേകിച്ച് ലെഫ്റ്റ് ബോണറ്റിന്റെ ലെഫ്റ്റ് എൻഡ്, അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിന്റെ ലെഫ്റ്റ് മിറർ, അത് പ്രത്യേകിച്ചും സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ കയ്യേല് തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്.